ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 3ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ പറയാൻ പോകുന്നത്. സീക്കോ. സീക്കോ എന്ന് പറഞ്ഞാൽ പഠിക്കൂ. അപ്പോൾ ഇക്കായി ഏക് യൂണിറ്റ് 1 ഒന്നാമത്തെ പാഠമാണ് ഏത്? ഹമാര പര്യാവരൺ, നമ്മുടെ പ്രകൃതി. അപ്പോൾ അതാണ് ഇക്കായുടെ പേര്. കവിതയുടെ പേരാണ് സീക്കോ. സീക്കോ എന്ന് പറഞ്ഞാൽ പഠിക്കൂ. ഇതൊരു ആനന്ദമയി കവിതയാണ്, ഒരു സന്തോഷം തരുന്ന ഒരു കവിതയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈൻ നോക്കാം. फूलों से नित हंसना सीखो, बौरों से नित गाना. ഫൂലോം സേ നിത് ഹസ്ന സീക്കോ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? എന്തിൽ നിന്നാണ് പഠിക്കേണ്ടത്? ഫൂലോം, പൂക്കളിൽ നിന്നാണ് നമ്മൾ എന്ത് പഠിക്കേണ്ടത്? ഹസ്ന സീക്കോ, ചിരിക്കാൻ പഠിക്കണം. പൂവിൽ നിന്ന് നമ്മൾ ചിരിക്കാൻ പഠിക്കണം. മീൻസ് ഒരു പൂവ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക? ദേഷ്യമാണോ തോന്നുക? അല്ലല്ലോ, നമുക്ക് അറിയാണ്ട് ഒരു ചിരി വരും അല്ലേ? അപ്പോൾ നമ്മൾ പ്രകൃതിയിലെ നമ്മുടെ പൂവിൽ നിന്ന് നമ്മൾ ചിരിക്കാൻ പഠിക്കുന്നു. പിന്നെ ബൗരോസെ നിത് ഗാന. ബൗരോം, വണ്ടുകൾ എങ്ങനെയാണ്? അങ്ങനെ മൂളിക്കൊണ്ട് നടക്കും അല്ലേ? അപ്പോൾ വണ്ടുകളിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കണം? പാട്ട് പാടാൻ പഠിക്കണം. ദെൻ തരൂക്കി ജുക്കി ഡാലിയോം സെ നിത്. തരൂക്കി ജുക്കി, തരു എന്ന് പറഞ്ഞാൽ മരങ്ങൾ, വലിയ വലിയ മരങ്ങളുണ്ടല്ലോ. മരത്തിൻ്റെ ജുക്കി ഡാലിയാം, താഴ്ന്നു നിൽക്കുന്ന കൊമ്പുകൾ, കുനിഞ്ഞു നിൽക്കുന്ന കൊമ്പുകൾ. അതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? സീക്കോ ശീഷ് ജുക്കാന. എന്താണ്? നമ്മുടെ തല കുനിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. മീൻസ് ഇത്ര വലിയ മരത്തിന് എന്താണ്? മരത്തിൻ്റെ കൊമ്പുകൾ ഇങ്ങനെ താഴ്ന്ന് നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും അഹങ്കാരമൊന്നുമില്ലാണ്ട് നമ്മൾ നല്ല എല്ലാവരെയും റെസ്പെക്റ്റൊക്കെ ചെയ്ത് നമ്മൾ നിൽക്കണം. മീൻസ് ഡൗൺ ടു എർത്തായിട്ട് നിൽക്കണം, അഹങ്കാരമൊന്നുമില്ലാതെ. ഓക്കെ. അടുത്തത് സീക്ക് ഹവാക്കെ ജോങ്കോം സേലോ കോമൽ ബാവ് ബഹാന. സീക്ക് പഠിക്കണം. എന്താണ് പഠിക്കേണ്ടത്? ഹവാക്കെ ജോങ്കോം സേലോ അല്ലേ? കാറ്റിങ്ങനെ ഇങ്ങനെ വീശുമ്പോൾ നമ്മൾ എന്ത് ഭാവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്? കോമൾ ഭാവ്. കോമൾ ഭാവ് മീൻസ് ഒരു കാറ്റടിക്കുമ്പോൾ നമുക്ക് ദേഷ്യമാണോ വരെ? അല്ലല്ലോ, നമ്മൾ നല്ല ഇങ്ങനെ ആസ്വദിച്ച് നമ്മളിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. അപ്പം അതിൽ നിന്ന് നമ്മൾ ദേഷ്യം അങ്ങനത്തെ ഒന്നുമില്ലാതെ നമ്മൾ നല്ല കാം ആൻഡ് കൂളായിട്ട് നല്ലൊരു കോമള ഭാവത്തോടു കൂടി നമ്മളിരിക്കണം. ദൂത് തഥാ പാനി സേ സീക്കോ. വെള്ളത്തിൽ നിന്നും ദൂത്, പാലിൽ നിന്നും വെള്ളത്തിൽ നിന്നും നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? മിൽന ഓർ മിലാന. പാലും വെള്ളം കൂടിയിട്ട് കലർത്തി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? അത് ഒന്നാവും അല്ലേ? പക്ഷേ രണ്ടും വേറെ വേറെ നിറങ്ങളാണുള്ളത്. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നല്ല കൂട്ടുകാരുണ്ടാവും, ചീത്ത കൂട്ടുകാരുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി രണ്ടും ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകണം. ഓക്കെ. ഇങ്ങനെ പണക്കാരൻ അങ്ങനെ നിറങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ഒരു വേർതിരിവില്ലാതെ നമ്മൾ ഒരുപോലെ കൊണ്ടുപോകണം. അടുത്തത് സൂരജ് കി കിരണോം സേ സീക്കോ. സൂര്യൻ്റെ കിരണങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ജഗ്ന ഓർ ജഗാന, ഉണരാനും ഉണർത്താനും. സൂര്യൻ ഉദിച്ചിങ്ങനെ വരികയല്ലേ, അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ എപ്പോഴും നല്ല ഉണർന്ന് പ്രവർത്തിക്കണം. ലത ഓർ പേടോം സേ സീക്കോ സബ്കോ ഗലെ ലഗാന. ലത എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടി, പേട് മരം. അതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? പേട് മരത്തിനെ ചുറ്റിപ്പടഞ്ഞിട്ടാണ് ആര് കിടക്കുന്നത്? വള്ളിച്ചെടികൾ ഇങ്ങനെ പടർന്ന് കിടക്കുക അല്ലേ? അതേപോലെ നമ്മളെല്ലാവരെയും നമ്മൾ ഒരുപോലെ ചേർത്ത് പിടിക്കണം, കെട്ടിപ്പിടിക്കണം. ദീപക് സി സീക്കോ ജിതന. ദീപക് എന്ന് പറഞ്ഞാൽ വിളക്ക്. വിളക്കിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഹോ സഖേ അന്ധേര ഹർന അല്ലേ? ഇരുട്ടിനെ നമ്മൾ മാറ്റണം. ഓക്കെ. ഇരുട്ട് ഇല്ലാതാക്കണം. മീൻസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല ലക്ഷ്യത്തിലേക്ക് എത്തണം. ഒരു ഇരുട്ടും ഇല്ലാതെ നമ്മൾ നമ്മളുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ എത്തണം. മനസ്സിലായോ? അടുത്തത് പൃഥ്വി സേ സീക്കോ പ്രാണിക്ക്. പൃഥ്വി, ഭൂമിയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഭൂമിയിലെ പ്രാണി, ജീവജാലങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? എല്ലാ ജീവജാലങ്ങളിലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സച്ചി സേവ കർണ അല്ലേ? സത്യസന്ധമായിട്ട് അവരെ നമ്മൾ സേവിക്കണം, അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ.
അടുത്തത് ജലധാര സെ സീഖോ ആകെ ജീവൻ പദ്മേ ബഡന. ജലധാര എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടോ? അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ വെള്ളത്തിൻ്റെ ഒഴുക്ക്. അതേപോലെ നമ്മളുടെ ജീവിതവും നമ്മളെങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ഒരിക്കലും പിന്നോട്ട് വരാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണം. അതുപോലെ തന്നെ ധുവേം സെ സീക്കോ ഹർദം. നമ്മൾ പുക ഇതിൽ കണ്ടോ, ചിത്രത്തിൽ കണ്ടോ? പുക എന്താണ്? മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ധുവേം സെ സീക്കോ ഹർദം. നമ്മൾ പുകയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഊഞ്ചേ ഹി പർ ചടന. പുക എപ്പോഴും താഴേക്കല്ലല്ലോ വരാം, മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക അല്ലേ? അതേപോലെ മേലോട്ട് പോകണം. ഈ പുക എങ്ങനെയാണ്? മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഉയരങ്ങളിലേക്ക് എത്തണം, ഒരിക്കലും പിന്നോട്ടേക്ക് വരാതെ താഴ്ത്തേക്ക് വരാതെ നമ്മൾ മേലോട്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചയിലേക്ക് പോകണം. ഓക്കെ, ഇതാണ് കേട്ടോ ഈ കവിത. അപ്പോൾ ഇത് കവിത എഴുതിയിരിക്കുന്നത് ശ്രീനാഥ് സിംഗ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ കവിത മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇത്തരം വീഡിയോസൊക്കെ വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.